ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ സ്റ്റഡി ഹബ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ ബൈ ട്രാൻസ്ഫറിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ 25 ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി നമ്മൾ 26 സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 26, ദ കളർ യൂസ്ഡ് ഫോർ മാനിറ്ററി സൈനീസ്, അല്ലേ? അതായത് ഏത് കളറാണ് നമ്മളിതിന് യൂസ് ചെയ്യുന്ന നമുക്കറിയാം, നമ്മൾ ഇലക്ട്രിക്കൽ ഇപ്പോൾ ഡേഞ്ചർ സിമ്പൽ അങ്ങനെയൊക്കെ കാണാറില്ലേ ഓരോ സ്ഥലത്ത്. അപ്പോൾ ഇതിൽ മാനിറ്ററി സൈനിൽ കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എന്ന് നോക്കി. വൈറ്റ് സിമ്പൽ ഓൺ ബ്ലൂ ബാക്ക്ഗ്രൗണ്ട്, റെഡ് ബോർഡർ ആൻഡ് ക്രോസ് ബാർ, യെല്ലോ ബാക്ക്ഗ്രൗണ്ട് വിത്ത് ബ്ലാക്ക് ബോർഡർ, വൈറ്റ് സിമ്പൽ ഓൺ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട്. എന്തായിരിക്കും, എങ്ങനത്തെ സിമ്പൽ ആയിരിക്കും? അതായത് നമ്മൾ സേഫ്റ്റി ആൻഡ് ഇൻസ്ട്രക്ഷണൽ കണ്ടക്സ്റ്റിനും അതുപോലെ ക്ലിയർ മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് സിമ്പൽ ഓൺ ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും കേട്ടോ. ഏതാണ്? വൈറ്റ് സിമ്പൽ ഓൺ ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. അതായത് അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു റൗണ്ടിലാണ് സാധാരണ കാണപ്പെടുന്നത്. അതിനകത്ത് അതായത് ബ്ലൂ ആയിരിക്കും. ഇത് ഫുൾ എന്തായിരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂ ആയിരിക്കും. ഇത് ഫുൾ ബ്ലൂ ആയിരിക്കും. ഓക്കെ, ബ്ലൂ ആയിരിക്കും. നമുക്ക് ബ്ലൂവിൽ തന്നെ മാർക്ക് ചെയ്യാം, അപ്പോൾ ഓർമ്മയുണ്ടാവും അതെങ്ങനെയാണെന്ന്. അതായത് ഇവിടെ ഫുൾ എന്തായിരിക്കും? ബ്ലൂ ആയിരിക്കും. അത് ഫുൾ റൗണ്ട് ചെയ്തിട്ടുള്ളത് ഫുൾ എന്താണ്? ബ്ലൂ കളറായിരിക്കും. ഓക്കെ, അതിന് ചുറ്റും അതായത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഞാനൊരു റെഡ് കളർ കാണിക്കുകയാണ്. പക്ഷേ അവിടെ എന്താണ്? വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ് കേട്ടോ. നമുക്ക് അറിയാൻ വേണ്ടി കാണിക്കുന്നതാണ്, റെഡൊന്നും അല്ല, ജസ്റ്റ് അത് അറിയാൻ വേണ്ടി മാർക്ക് ചെയ്തതാണ്. അതായത് ഇതിനകത്ത് വൈറ്റ് കളറായിരിക്കും. ഓക്കെ, അപ്പോൾ വൈറ്റ് കളറിലാണ് അത് കാണപ്പെടുക. ക്ലിയർ ആയല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ ഉണ്ടാവുന്നത്. അതായത് വൈറ്റ് സിമ്പൽ ഓൺ ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ഫുൾ എന്തായിരിക്കും? ബ്ലൂ ആയിരിക്കും. ഇതിനകത്ത് നമ്മൾ എന്ത് സിമ്പലാണോ സ്പെസിഫൈ ചെയ്തത് അത് ബ്ലൂ കളറിലാണ് കാണപ്പെടുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് Question number 27, the type fire extinguisher used for class B type fire. അപ്പോൾ ഏത് ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ് ആണ് ക്ലാസ് ബി ടൈപ്പിൽ ഉപയോഗിക്കുന്നത്? ഏത് ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ആണ് ക്ലാസ് ബി ടൈപ്പിൽ? അതായത് ഇതിനകത്ത് കുറേ ഫോം ഫയർ എക്സ്റ്റിങ്ക്യൂഷർ, ഡ്രൈ പവർ അങ്ങനെയൊക്കെ തന്നിട്ടുണ്ട് അല്ലേ? പക്ഷേ ഇതിൽ ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ് ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ് ആണ്. ഏതാണ്? കാർബൺ ഡയോക്സൈഡ് ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ക്ലാസ് എ ഉണ്ട്, അതുപോലെ ക്ലാസ് ബി, പിന്നെ വരുന്ന ക്ലാസ് സി, ഡി, ക്ലാസ് കെ. മെയിനായിട്ട് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക. അതായത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ക്ലാസ് എ ഉണ്ട്. ക്ലാസ് എ ഞാൻ CA എന്ന് കാണിക്കുകയാണ്. ക്ലാസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ വുഡ്, മെയിനായിട്ട് ക്ലോത്ത്, റബ്ബർ, പേപ്പർ അല്ലേ? അതായത് എ ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നത് ആഷ് ആണ്. ചിലപ്പോൾ അങ്ങനെയും ക്വസ്റ്റ്യൻ വരാം കേട്ടോ. അപ്പോൾ ക്ലാസ് എയിൽ അതായത് ടൈപ്പ് ഓഫ് ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ക്ലാസ് എ ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ക്ലാസ് എ എന്ന് പറയുന്നത് സ്യൂട്ടബിൾ ഫോർ ക്ലോത്ത്, വുഡ്, റബ്ബർ, പേപ്പർ അങ്ങനെയുള്ള കേസിൽ അവരിന് വേണ്ടിയിട്ട്. അതായത് എ എന്ന് സ്പെസിഫൈ ചെയ്യുന്നത് ആഷിനെയാണ്. അതിലെന്തുണ്ടാവും? വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവും. അപ്പോൾ അത് ട്രയാങ്കിൾ ഷേപ്പ്, അതായത് ഗ്രീൻ ട്രയാങ്കിൾ ഷേപ്പിലാണ്. അതിങ്ങനെ ഒരു ഇതുണ്ടാവും. അതിനകത്ത് എന്താണ്? ഗ്രീൻ കളറായിരിക്കും. ഗ്രീൻ കളറിലാണ് അത് സ്പെസിഫൈ ചെയ്യുക. അതിനകത്ത് എ വെച്ചിട്ട് എഴുതും. അതാണ് ക്ലാസ് എയുടെ പ്രത്യേകത. അറിഞ്ഞിരിക്കുക. സ്യൂട്ടബിൾ ഫോർ ക്ലോത്ത്, വുഡ്, റബ്ബർ, പേപ്പർ അതിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത ആളാരാണ്? ക്ലാസ് ബി ഉണ്ട് അല്ലേ? ക്ലാസ് ബി ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതായത് അതിനകത്ത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു സ്ക്വയറിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ട്രയാങ്കിൾ പോലെ ആയി അല്ലേ? ഇത് സ്ക്വയറിലാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ബിയിലാണ്. പക്ഷേ അത് എങ്ങനത്തെ സ്ക്വയർ ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് കളറായിരിക്കും കേട്ടോ. ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ ഗ്രീസ്, അതുപോലെ ഗ്യാസ് ഓയിൽ ബേസ്ഡ് ഫയറൊക്കെയാണ് നമ്മൾ സാധാരണ ഈ ക്ലാസ് ബിനകത്ത് വരുന്നത്. അതുകൊണ്ടാണ് അത് കാർബൺ ഡയോക്സൈഡ് ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ് അതിനകത്ത് വന്നത്. ഇനി അടുത്ത ആളെന്താണ്? ക്ലാസ് സി എന്ന് പറയുന്നത് അതെങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂ സർക്കിളിൽ, അതായത് ബ്ലൂ സർക്കിൾ ഇവിടെയൊക്കെ ബ്ലൂ ആയിരിക്കും. ബ്ലൂ സർക്കിളിൽ ബിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ക്ലാസ് സി പറഞ്ഞു കഴിഞ്ഞാൽ കറൻറ്റിനെയാണ് കേട്ടോ. അതായത് നമ്മുടെ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റിനെയൊക്കെ എനർജൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് അങ്ങനെയാണ് അതിനെ കണക്കാക്കപ്പെടുന്നത്. ഇനി അടുത്തതാരാണ്? ക്ലാസ് ഡി ഉണ്ട്.
ക്ലാസ് ഡി ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഉണ്ട്, അതായത് അത് സ്റ്റാർ ഷേപ്പിലാണ്, യെല്ലോ കളറിലാണ് കേട്ടോ. ഞാൻ ഈ കളർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. സ്റ്റാർ ഷേപ്പിലാണ്, അത് എന്താണ് യെല്ലോ കളറാണ്, അതായത് മെറ്റൽസ് ആണ് അവിടെ കൂടുതലായിട്ട് ഈ ക്ലാസ് ഡിനകത്തൊക്കെ വരുന്നത്. ഇനി അടുത്തത് എന്താണ്, ക്ലാസ് കെ പറയുന്ന ഒരാളുണ്ട് കേട്ടോ. ആരാണ്? ക്ലാസ് കെ. ഇത്രയും ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് ഉണ്ട്, ജസ്റ്റ് എനിക്ക് അറിയാവുന്നത് ഞാൻ പറഞ്ഞു തരുന്നു, അത്രയേ ഉള്ളൂ. അത് ഹെക്സഗണിലാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് കേട്ടോ. ഹെക്സഗൺ ഷേപ്പിലാണ്, ചിലപ്പോൾ നമ്മളോട് ഹെക്സഗൺ ഷേപ്പിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞിരിക്കുക. അത് ഓയിൽസിനെയും ഫാറ്റിനെയും, അതായത് കിച്ചൺ, കെ പറയുന്നത് കിച്ചൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്താണ്, ഹെക്സഗൺ ഷേപ്പിലാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഓയിൽസിനെയും ഫാറ്റ്സിനെയും. ഇത്രയും അറിഞ്ഞാൽ മതി. അപ്പോൾ ദ ടൈപ്പ് ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് യൂസ്ഡ് ഫോർ ക്ലാസ് ബി ടൈപ്പ് ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതാണ്, കാർബൺ ഡയോക്സൈഡ് ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് ആണ്. നോട്ട് ചെയ്തോളൂ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 28, ദ ഇലക്ട്രോകെമിക്കൽ ഇക്വലന്റ് ഓഫ് സിൽവർ. റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് സിൽവറിൻ്റെ ECE വാല്യൂ പഠിച്ചോളൂ, കാണാതെ തന്നെ പഠിച്ചോളൂ. അത് ആ ഒരു വാല്യൂ, അതായത് നിങ്ങൾ നിമിയുടെ ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ സ്പെസിഫൈ ചെയ്ത് തന്നിട്ടുണ്ടാവും. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.118 ആണ്. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് mg/c. യൂണിറ്റും ചിലപ്പോൾ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഗ്രാം പെർ സി എന്ന രീതിയിലും യൂണിറ്റ് ചിലപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. റിപ്പീറ്റഡായി ചോദിക്കുന്ന, അതായത് ഡിപ്ലോമ ലെവൽ ക്വസ്റ്റ്യൻസിനൊക്കെ കാണപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 2-3 പ്രാവശ്യം റിപ്പീറ്റഡായി ചോദിച്ചിട്ടുള്ളതാണ് ഇലക്ട്രോ കെമിക്കൽ ഇക്വലന്റ് ഓഫ് സിൽവറിൻ്റെ വാല്യൂ. പഠിച്ചു വെച്ചോളൂ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 29, ദ ഇലക്ട്രോലൈറ്റ് യൂസ്ഡ് ഇൻ എ ലെഡ് ആസിഡ് സെൽ. നമ്മൾ ബാറ്ററീസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ, പ്രൈമറി ബാറ്ററി, സെക്കൻഡറി ബാറ്ററീസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ സെക്കൻഡറി ബാറ്ററിയിൽ വരുന്ന ആളാണ് നമ്മുടെ ലെഡ് ആസിഡ് ബാറ്ററി. അപ്പോൾ ലെഡ് ആസിഡിൽ പോസിറ്റീവ് പ്ലേറ്റ് ഏതാണ്, നെഗറ്റീവ് പ്ലേറ്റ് ഏതാണെന്നൊക്കെ അറിഞ്ഞു വയ്ക്കുക, കാരണം അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. അപ്പോൾ നെഗറ്റീവ് പ്ലേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്പോഞ്ചി ലെഡ് ആണ്, പോസിറ്റീവ് പ്ലേറ്റ് ആണെങ്കിൽ ലെഡ് പെറോക്സൈഡ് പേസ്റ്റ് ആണ്, ഒക്കെ അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ അതിനകത്ത് യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതൊക്കെ പ്രീവിയസ് ഇയറിൽ ചോദിക്കുന്ന അതേ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ ലെഡ് ആസിഡിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് വളരെ ബേസിക് ആയിട്ടുള്ളത്, അതായത് എന്താണ്, ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആണ് അല്ലേ. ഡൈല്യൂട്ടിൽ സൾഫ്യൂരിക് ആസിഡ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ ചിലപ്പോൾ നമ്മളോട് ഓപ്ഷനിൽ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് എന്നൊക്കെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കണം, അത് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആണ് അതിനകത്ത് വരുന്ന ആൻസർ എന്നുള്ളത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 30, ഫോർ ഒബ്റ്റെയിനിങ് എ ഹയർ ഔട്ട്പുട്ട് കറന്റ് വിച്ച് കണക്ഷൻ ഈസ് സ്യൂട്ടബിൾ ഫോർ ബാറ്ററീസ്. അതായത് നമ്മൾ ബാറ്ററീസ് പഠിക്കുമ്പോഴുള്ളതാണ് സീരീസ് കണക്ഷൻ, അതുപോലെ തന്നെ എന്താണ് പാരലൽ കണക്ഷൻ. അപ്പോൾ തനിയെ ഒരു സെൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഔട്ട്പുട്ട് കിട്ടില്ല, അത് നമുക്കറിയാലോ. ഒരു സെല്ല് മാത്രം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുമോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്താണ് ഒരു ഹയർ ഔട്ട്പുട്ട് വാല്യൂ, ഇപ്പോൾ 12 വോൾട്ട് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ച് സെല്ലിനെ ഒന്നുമില്ലെങ്കിൽ സീരീസ് ആയിട്ടോ പാരലായിട്ടൊക്കെ കണക്ട് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ, ആ ഒരു വോൾട്ടേജ് കിട്ടുള്ളൂ അല്ലേ. കണ്ടിട്ടുണ്ടാവും നമ്മൾ ടോർച്ചിലൊക്കെ അല്ലേ, ഒരു ബാറ്ററി വെച്ച് കഴിഞ്ഞാൽ കിട്ടുമോ, 2-3 ബാറ്ററി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ വോൾട്ടിലേക്ക് എത്തുന്നത് അല്ലേ. ആ ഒരു കോൺസെപ്റ്റ് മൈൻഡിൽ ഉണ്ടായാൽ മതി. അപ്പോൾ ഫോർ ഒബ്റ്റെയിനിങ് എ ഹയർ ഔട്ട്പുട്ട് കറന്റ് വിച്ച് കണക്ഷൻ ഈസ് സ്യൂട്ടബിൾ ഫോർ ബാറ്ററി. അതായത് ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്, ഔട്ട്പുട്ട് കറന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ അത് ഏതായിരിക്കും, ഔട്ട്പുട്ട് കറൻറ്റ് കിട്ടുന്നത് ഏതായിരിക്കും, അത് നമ്മളുടെ പാരലൽ കണക്ഷൻ ആണ് കേട്ടോ. അത് ഏതാണ്, പാരലൽ കണക്ഷൻ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പം ഇതിനകത്ത് എന്താ, പാരലൽ കണക്ഷനാണ് കറക്റ്റ് ആൻസർ. എന്നാൽ ഇതിനകത്ത് എന്താ നമ്മൾ ചോദിച്ചില്ല, ഹൈ ഔട്ട്പുട്ട് കറൻറ്റ് ആണ് അല്ലേ. പക്ഷേ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് കിട്ടേണ്ടതെങ്കിൽ, ഇതിൽ വോൾട്ടേജ് ആണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ, ഹൈ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണെങ്കിൽ, അതായത് ഇൻക്രീസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ചോദിക്കുന്നതെങ്കിൽ അത് സീരീസ് ആണ് കേട്ടോ. സീരീസ് കണക്ഷനിൽ കണക്ട് ചെയ്യണമെന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ അല്ലേ? Next, question number 31. In 2 wattmeter method for 3-phase power measurement, one of the wattmeter reading is 0. The power factor is. അതായത് നമ്മുടെ മെഷർമെൻറ്റ്സിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. അതായത് 2 വാട്ട്മീറ്റർ മെത്തേഡിൽ എന്താണ് 3-phase പവർ മെഷർമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു വാട്ട്മീറ്റർ 0 ആണെങ്കിൽ, എന്താ ചോദിച്ചിട്ടുള്ളത്, ഒരു വാട്ട്മീറ്റർ 0 ആകുന്നതെങ്കിൽ അവിടുത്തെ പവർ ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അതായത് cos 5 equal to എന്താ, tan inverse എന്താ പറയുന്നത്, √3
wattmeter reading 1 minus wattmeter 2 divided by wattmeter 1 plus wattmeter 2. ഇതാണ് ഫോർമുല അല്ലേ? അറിയാവുന്നതല്ലേ cos phi എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്ക് വേറെ രീതിയിലും ചെയ്യാം കേട്ടോ. രണ്ട് മെത്തേഡിലും ചെയ്യാം. അതായത് W1 wattmeter reading 1 equal to √3 V phase I phase cos 30 minus 5. അതുപോലെ wattmeter reading 2 equal to √3 V phase I phase cos 30 plus 5 എന്ന രീതിയിലൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താ നടന്നത്? അപ്പോൾ ഈ ഒരു ഇതിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു വാട്ട്മീറ്റർ 0 ആണ് റീഡ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് ഏത് വേണമെങ്കിലും കൺസിഡർ ചെയ്യാം. അതായത് W1 അല്ലെങ്കിൽ W2 ഈക്വൽ ടു 0 എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താ കിട്ടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കോസ് ഫൈ എന്ന് പറയുന്നത് ഒരു 60, അതായത് ഫൈൻ്റെ വാല്യൂ നിയർലി 60 എന്നൊക്കെ കിട്ടും. ചെയ്ത് നോക്കുക. അപ്പോൾ പവർ ഫാക്ടർ അല്ലേ, പവർ ഫാക്ടർ കോസ് 60 എന്ന് പറയുന്നത് 0.5 ആണ് കേട്ടോ. അതായത് കോസ് 60 എന്ന് പറയുന്നത് 0.5. ആൻസർ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ആലോചിക്കണം, പവർ ഫാക്ടർ 1 ആവുന്ന കേസിൽ രണ്ട് വാട്ട്മീറ്ററും ഈക്വൽ ആയിരിക്കും. അതായത് W1 ഈക്വൽ ടു W2 ആണ്. പവർ ഫാക്ടർ 0 ആകുന്ന കേസിൽ W1 ഏതെങ്കിലും ഒരു വാട്ട്മീറ്റർ 0 ആകും. W2 എന്ത് ചെയ്യും? ടോട്ടൽ പവർ കൺസ്യൂം ചെയ്യും. പിന്നെ 2 വാട്ട്മീറ്റർ റീഡ് ഈക്വൽ ബട്ട് ഓപ്പോസിറ്റ് വാല്യൂ എന്ന കേസും അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. കാരണം ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് റിപ്പീറ്റഡ് ആയി ചോദിക്കുന്നതാണ്. അപ്പോൾ ചെയ്ത് നോക്കുക. കോസ് 5 ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് √3 W1 മൈനസ് W2 ബൈ W1 പ്ലസ് W2 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വാട്ട്മീറ്റർ നിങ്ങൾ 0 ആയി കൺസിഡർ ചെയ്ത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ്റെ വാല്യൂ 60 എന്ന് കിട്ടും. ഓക്കെ, ഫൈൻ്റെ വാല്യൂ എന്ത് കിട്ടും? 60 എന്ന് കിട്ടും. അപ്പോൾ നിയർലി എന്നാണ് 0.5 എന്ന പവർ ഫാക്ടറിൻ്റെ വാല്യൂ കിട്ടുന്നതാണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ, ഞാനത് ചെയ്തിട്ട് തരാം കേട്ടോ. Next, question number 32. Moving coil instrument is used in which type supply? Moving coil instrument, MC. Moving coil instrument uses എന്താ ചോദിച്ചിട്ടുള്ളത്? Which type സപ്ലൈ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. MC-യിലാണ്. അതായത് PMMC ഒക്കെ ഏതിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? DC-യിലല്ലേ, പെർമനൻറ്റ് മാഗ്നറ്റിക് മൂവിങ് കോയിൽ. അപ്പം മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ് ഈസ് യൂസ്ഡ് ഇൻ വിച്ച് ടൈപ്പ് ഓഫ് സപ്ലൈ ചോദിച്ചു കഴിഞ്ഞാൽ അത് DC ആണ്. അപ്പോൾ നമ്മൾ പെർമനൻറ്റ് മാഗ്നറ്റിക് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻ്റ് ഒക്കെ പഠിച്ചപ്പോൾ മെയിനായിട്ട് അത് എന്തിനു വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്? DC ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അതിനകത്തേക്ക് നമ്മൾ AC അപ്ലൈ ചെയ്താൽ എന്താ സംഭവിക്കുക? അതിലൂടെ പോകുന്ന കറൻറ്റിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യും അല്ലേ, ഓരോ ഹാഫ് സൈക്കിൾ കൂടുമ്പോഴും. അപ്പോൾ അത് അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? ടോർക്ക് റിവേഴ്സ് ആവും. റാപ്പിഡായിട്ട് നമ്മുടെ ടോർക്ക് റിവേഴ്സ് ആവും അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടുമോ? മെഷർമെൻറ്റ് കിട്ടുമോ? ഇല്ല. അപ്പം മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ് ഈസ് യൂസ്ഡ് ഇൻ വിച്ച് ടൈപ്പ് ഓഫ് സപ്ലൈ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് തന്നെയാണ്? DC ആണ്. Next question, the material used for spiral hair spring in spring control instrument is. അപ്പോൾ നമ്മൾ സ്പ്രിംഗ് കൺട്രോൾ ഇൻസ്ട്രുമെൻറ്റിനകത്ത് ഏത് മെറ്റീരിയലാണ് സ്പൈറൽ ഹെയർ സ്പ്രിംഗ് കൺട്രോൾ ഇൻസ്ട്രുമെൻറ്റിൽ യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതേതാണ്? ബെറീലിയം കോപ്പർ ആണ്. വേറൊരെണ്ണം കൂടി യൂസ് ചെയ്യും, അതായത് ഫോസ്ഫർ ബ്രോൺസ്. അതിന് ഫോസ്ഫർ മാത്രമേ ഉള്ളൂ. വേറൊരെണ്ണം കൂടി ഉള്ളത് എന്താണ്? ഫോസ്ഫർ ബ്രോൺസ് കൂടി യൂസ് ചെയ്യാൻ കേട്ടോ. ഫോസ്ഫർ ബ്രോൺസ് കൂടി നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഫോസ്ഫർ ബ്രോൺസ് കൂടി യൂസ് ചെയ്യുന്ന മനസ്സിലാക്കുക കേട്ടോ. ബ്രോൺസ് കൂടി യൂസ് ചെയ്യും. BRONZ ബ്രോൺസ്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക. ഇതാണ് ഏത് മെറ്റീരിയലാണെന്ന് ചോദിച്ചാൽ ഒന്ന് ബെറീലിയം കോപ്പർ. ഇതിൽ ഫോസ്ഫർ മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ഞാൻ ഫോസ്ഫർ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഫോസ്ഫറിൽ പോയി ക്ലിക്ക് ചെയ്യരുത്, തെറ്റും. ഫോസ്ഫർ ബ്രോൺസ് ഉണ്ടെങ്കിൽ മാത്രം ആൻസർ നോട്ട് ചെയ്യാം. Okay, next question number 35. The major causes of creeping in energy meter. Energy meterൽ ഒരു ഡിഫക്റ്റ് ആണ് creeping അല്ലേ. അപ്പോൾ എന്താണ് the major കോസസ് ഓഫ് ക്രീപ്പിംഗ് ഇൻ എനർജി മീറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്? ക്രീപ്പിങ്ങിന് കാരണക്കാരൻ ആരാണ്? ഓവർ ഫ്രിക്ഷൻ കോമ്പൻസേഷൻ ആണ്. ഓവർ ഫ്രിക്ഷൻ കോമ്പൻസേഷൻ ആണ് മെയിനായിട്ട് അല്ലേ. അപ്പോൾ ഇൻഡക്ഷൻ ടൈപ്പ് എനർജി മീറ്ററിൽ എന്താ സംഭവിക്കുന്നത്? ആ ഡിസ്കും ആ കൺസ്ട്രക്ഷനൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ മേജർ കോസസ് ഓഫ് ക്രീപ്പിംഗ് ഇൻ എനർജി മീറ്റർ എന്ന് പറയുന്നത് ഓവർ ഫ്രിക്ഷൻ കോമ്പൻസേഷൻ ആണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 35. ദ എനർജി മീറ്റർ ബിലോങ്സ് ടു വിച്ച് ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്? നമ്മൾ ഇൻസ്ട്രുമെൻറ്റ്സ് ക്ലാസിഫിക്കേഷൻ പഠിക്കും അല്ലേ, ബേസിക്സിൽ. അതായത് പ്രൈമറി ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട് എന്നൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പ്രൈമറി ഇൻസ്ട്രുമെൻറ്റ്സിന് വേറൊരു പേര് കൂടിയുണ്ട്, അറിഞ്ഞിരിക്കുക. അത് അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻ്റ് എന്നാണ്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ടാൻജൻറ്റ് ഗാൽവനോമീറ്റർ ആണ്. അറിഞ്ഞിരുന്നോളൂ, അത് ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയറിലൊക്കെ കേട്ടോ. അപ്പോൾ പ്രൈമറി ഇൻസ്ട്രുമെൻറ്റിൻ്റെ വേറൊരു പേര് അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻ്റ് ആണ്. ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ടാൻജൻറ്റ് ഗാൽവനോമീറ്റർ ആണ്. എന്നാൽ സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റിൽ വരുന്നതിൽ ഏതൊക്കെയാണ്? ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ് വരും, റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്, ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്, അങ്ങനെ 3 ഇൻസ്ട്രുമെൻറ്റ്സ് ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന വോൾട്ട് മീറ്റർ, അമീറ്റർ പോലുള്ള ആൾക്കാരൊക്കെ. റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റിൽ വരുന്നതാണ് നമ്മുടെ ECG, എക്സ്റേ, അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കേട്ടോ. അതായത് എക്സാമ്പിൾ തന്നിട്ട് ഇതുപോലെ തന്നെ ചോദിക്കും. പിന്നെ എനർജി മീറ്റർ, അതുപോലെ ആംപിയർ അവർ മീറ്റർ ഒക്കെ എന്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്? അതായത് ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ ഇൻസ്ട്രുമെൻസിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 36. ഇൻ ജനറേറ്റിംഗ് സ്റ്റേഷൻ ആൻഡ് സബ് സ്റ്റേഷൻ വിച്ച് ടൈപ്പ് ഓഫ് എർത്തിങ് ഈസ് പ്രിഫേർഡ്? അതായത് നമ്മുടെ ജനറേറ്റിംഗ് സ്റ്റേഷനിലും സബ് സ്റ്റേഷനിലൊക്കെ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് എർത്തിങ് ആണ് പ്രിഫർ ചെയ്യുന്നത്? പൈപ്പ് എർത്തിങ്, എർത്ത് പ്ലേറ്റ്, എർത്ത് റെസിസ്റ്റൻസ്, പ്ലേറ്റ് എർത്തിങ്. ഇതിനകത്ത് പ്ലേറ്റും പൈപ്പുമാണ് എർത്തിങ്ങിലെ ക്ലാസിഫിക്കേഷൻസിൽ വരുന്നത് അല്ലേ. പിന്നെ റോഡ് എർത്തിങ് പഠിച്ചിട്ടുണ്ട് നമ്മൾ. അങ്ങനെ കുറച്ച് ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് ഒക്കെ നമുക്കറിയാം. അപ്പോൾ ജനറേറ്റിംഗ് സ്റ്റേഷനിലും സബ് സ്റ്റേഷനിലും ഏത് ടൈപ്പ് ഓഫ് എർത്തിങ് ആണ് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്ലേറ്റ് എർത്തിങ് ആണ്. ചിലപ്പോൾ നമ്മളവിടെ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കോപ്പർ അല്ലെങ്കിൽ GI പ്ലേറ്റ് ഒക്കെയാണ് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ കോപ്പറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ 60 സെൻറ്റിമീറ്റർ ഇൻറ്റു 60 സെൻറ്റിമീറ്റർ ഇൻറ്റു 3.18 mm ആ ഒരു ഇതിലാണ് ബറി ചെയ്യുന്നത് എന്ന രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വന്ന് കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക കേട്ടോ. അപ്പോൾ അത് ഗ്രൗണ്ടിൽ നിന്ന് ഏത് രീതിയിലാണ് പ്ലേസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കലായിട്ടാണ് പ്ലേസ് ചെയ്യുന്നത്. അതിൻ്റെ ആ ഒരു 60 സെൻറ്റിമീറ്റർ ഇൻറ്റു 60 സെൻറ്റിമീറ്റർ ഇൻറ്റു 3.18 mm നമ്മളത് പ്ലേസ് ചെയ്യുന്നതെന്ന് അറിഞ്ഞ് വെക്കുക. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ സ്റ്റെയർ കേസ് വയറിംഗ് ദ ടൈപ്പ് ഓഫ് സ്വിച്ച് യൂസ്ഡ് ഈസ്? ഏത് ടൈപ്പ് ഓഫ് സ്വിച്ചസ് ആണ് നമ്മൾ സ്റ്റെയർ കേസ് വയറിങ്ങിൽ ഉപയോഗിക്കുന്നത്? അപ്പോൾ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്വിച്ചസ് ഒക്കെ അറിയാമല്ലേ. ടോഗിൾ സ്വിച്ച്, 1 വേ സ്വിച്ച്, 2 വേ സ്വിച്ച്, ലിമിറ്റ് സ്വിച്ച്, പുഷ് ബട്ടൺ സ്വിച്ച്, അങ്ങനെ സ്വിച്ചസിൽ തന്നെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ സ്റ്റെയർ കേസ് വയറിങ്ങിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഏത് സ്വിച്ച് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2 വേ സ്വിച്ചാണ്. ഏതാണ്? 2 വേ സ്വിച്ചാണ് കേട്ടോ. അറിഞ്ഞിരിക്കുക. Then question number 38. The switch which is called snap switch എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വിച്ച് എന്താണ്? അതായത് സ്നാപ്പ് ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു ഇൻറ്റേർണൽ സ്പ്രിങ് മെക്കാനിസം അതിനകത്ത് ഉണ്ടാകും. അതായത് നിങ്ങൾ കണ്ടു കാണും ഇത്. അതിനകത്ത് ഒരു സ്പ്രിങ് വെച്ചിട്ട് അതായത് ക്വിക്കായിട്ട് നമുക്ക് എന്താ ചെയ്യുക? കോണ്ടാക്റ്റ് മൂവ് ചെയ്യാൻ ഒരു പൊസിഷനിലോട്ട് തന്നെ, ഒരു പൊസിഷനിൽ വേറൊരു പൊസിഷനിലേക്ക് ക്വിക്കായിട്ട് എന്താണ് ഇൻറ്റേർണൽ സ്പ്രിങ് മെക്കാനിസം യൂസ് ചെയ്തിട്ട് എന്താണ് മൂവ് ചെയ്യുന്ന, കോണ്ടാക്റ്റുകൾ തമ്മിൽ മൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഈ സ്നാപ്പ് ആക്ഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ദ സ്വിച്ച് വിച്ച് ഈസ് കാൾഡ് സ്നാപ്പ് സ്വിച്ച് എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വിച്ച് നമ്മളുടെ ടോഗിൾ സ്വിച്ച് ആണ് കേട്ടോ. ഏതാണ്? ടോഗിൾ സ്വിച്ച്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 39. ദ ടൈപ്പ് ഓഫ് MCB യൂസ്ഡ് ഫോർ മോട്ടോർ പ്രൊട്ടക്ഷൻ? ഏത് ടൈപ്പ് ഓഫ് MCBs ആണ്? അപ്പോൾ അറിഞ്ഞിരിക്കുക. ഓരോ MCBയിൽ അതായത് L സീരീസ് MCB, പിന്നെ നോക്കിയേ G സീരീസ് MCB, B സീരീസ് MCB, K സീരീസ് MCB എന്നൊക്കെ പറഞ്ഞ് കേട്ടാറുണ്ട് അല്ലേ. അപ്പോൾ അതിൽ തന്നെ എന്തുണ്ട്? ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇതിനകത്ത് വരുന്നത് നമ്മളുടെ G സീരീസ് MCB ആണ് കറക്റ്റായിട്ട് ആൻസർ. ഓക്കെ, ഇതിനകത്ത് ഏതാണ് വരുന്നത്? G സീരീസ് MCB. അതായത് മോട്ടോർ പ്രൊട്ടക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ G സീരീസ് MCB ആണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ K സീരീസ് MCB എന്ന് പറയുന്നത്, അതായത് അതും എന്തിന് സിമിലർ തന്നെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിക്ക് സിമിലർ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളോട് G തന്നിട്ടില്ലെങ്കിൽ K സീരീസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ Kയും Gയും ഉണ്ട്. അപ്പം മെയിനായിട്ട് നമ്മൾ Gയിലേക്ക് കൊടുക്കാം. പക്ഷേ K സീരീസും നമ്മുടെ G സീരീസ് പോലെ തന്നെയാണ്. അതായത് അത് മെയിനായി യൂസ് ചെയ്യുന്ന ഈ മോട്ടോർ, കംപ്രസർ, വെൽഡിംഗ് എക്യുപ്മെൻറ്റ്സിലൊക്കെയാണെന്ന് കൂടി മനസ്സിലാക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ C സീരീസ് ഉണ്ട്, അതായത് ജനറൽ കൊമേഴ്ഷ്യൽ അപ്ലയൻസേഷൻസിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഹെവി ഇൻഡക്റ്റീവ് ലോഡ്സിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് D സീരീസ് ആണെന്ന് അറിഞ്ഞിരിക്കുക.
Next, question number 40. The type of wiring used for temporary installation. Types of wiring പഠിച്ചിട്ടില്ലേ? Cleat wiring, casing and capping wiring, batten wiring, conduit wiring, അതിൽ concealed conduit, അങ്ങനെയുള്ള കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വയറിംഗ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് വയറാണ് നമ്മൾ ടെമ്പററി പർപ്പസ്, അതായത് ഇപ്പോൾ ചെറിയ ഫങ്ഷൻസ് ഒക്കെ വരുമ്പോൾ അല്ലേ, പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? അതിലെ ക്ലീറ്റ് വയറിംഗ് ആണ് അല്ലേ. ക്ലീറ്റ് വയറിംഗ് വളരെ ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു വയറിംഗ് ആണ് നമ്മളുടെ ക്ലീറ്റ് വയറിംഗ്. അപ്പോൾ അടുത്ത നോക്കിയാൽ കൺസീൽഡ് വയറിംഗ് എന്ന് പറയുന്നുണ്ട്. കൺസീൽഡ് വയറിംഗ് എന്താണ്? പെർമനൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ, അതിന് ഹൈലി ഡ്യൂറബിൾ ആയിട്ടുള്ള വയറിങ്ങിനെയാണ് നമ്മൾ കൺസീൽഡ് വയറിംഗ് എന്ന് പറയുന്നത്. ഇനി ബാറ്റേൺ വയറിംഗ് പഠിക്കുമ്പോഴോ, വയറിങ്ങിൽ നമ്മൾ ബാറ്റേൺ വയറിങ്ങിൽ TRS ഉണ്ട്, കേസിംഗ് ക്യാപ്പിംഗ് ഉണ്ട്, ലെഡ് ഷീറ്റ്, പെർമനൻറ്റ്, അതായത് മെയിനായിട്ട് അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പെർമനൻ്റ് ആയിട്ടുള്ള ഇൻഡോർ ഇൻസ്റ്റാളേഷൻസിലൊക്കെയാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അതാണ് ഈ ബാറ്റേൺ വയറിംഗ് എന്ന് പറയുന്നത്. പിന്നെ ലെഡ് ഷീറ്റ് ഉണ്ട് അല്ലേ. ലെഡ് ഷീറ്റും എന്താണ്? ലെഡ് ഷീറ്റ് എന്ന് പറയുന്നത് എന്താ? പെർമനൻറ്റ് ബാറ്റേൺ വയറിംഗ് തന്നെയാണ്. അതായത് ഡാം പ്ലേസസിലൊക്കെയാണ് നമ്മളത് കൂടുതലായിട്ട് ഉപയോഗിച്ച് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഏതാണ്? ടെമ്പററി ഇൻസ്റ്റാളേഷനിൽ യൂസ് ചെയ്യുന്ന വയറിംഗ് ഏതാണ്? അത് ക്ലീറ്റ് വയറിംഗ് ആണ്. Then question number 41. How to determine copper loss in a transformer. ഒരു ട്രാൻസ്ഫോമറിൽ കോപ്പർ ലോസ് എങ്ങനെയാണ് നമ്മൾ ഏത് ടെസ്റ്റ് വഴിയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? അതായത് I², അതായത് കോപ്പർ ലോസ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? I²R ലോസ് ആണ് അല്ലേ. ചിലപ്പം ചോദിക്കാറുണ്ട് I²R ലോസ് എന്ന് തന്നിട്ടും ചോദിച്ചാൽ അറിഞ്ഞിരിക്കുക അതെന്താണ്? കോപ്പർ ലോസ് ആണ്. അപ്പോൾ ട്രാൻസ്ഫോമറിലെ കോപ്പർ ലോസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് അല്ലേ, റേഷ്യോ ടെസ്റ്റ്, അതായത് ടേൺ റേഷ്യോ ഓഫ് ട്രാൻസ്ഫോമർ വൈൻഡിങ്, പിന്നെ ഇമ്പൾസ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അതായത് ഇതിൽ ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ നോക്കിയാൽ റേഷ്യോ ടെസ്റ്റ്, ഇമ്പൾസ് ടെസ്റ്റ്, ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ്, ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് എന്നൊക്കെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ആൻസർ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ആണ് കോപ്പർ ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്നത്. ഇനി അടുത്തത് നോക്കിയാൽ ഈ റേഷ്യോ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ടേൺ റേഷ്യോ ഓഫ് ട്രാൻസ്ഫോമർ വൈൻഡിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുക? ഈ ടേൺ റേഷ്യോ ഓഫ് ട്രാൻസ്ഫോമർ വൈൻഡിങ്ങിനെയാണ് എന്ത് കണ്ടുപിടിക്കാനാണ് നമ്മൾ റേഷ്യോ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇമ്പൾസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാലോ ഹൈ വോൾട്ടേജ് ടെസ്റ്റ് ഇൻസുലേഷൻ അല്ലേ, സ്ട്രെങ്ത് ഓഫ് ട്രാൻസ്ഫോമർ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ്. ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് എന്താണ്? നോ ലോഡ് ടെസ്റ്റ് അല്ലെങ്കിൽ കോർ ലോസ് അല്ലെങ്കിൽ അയേൺ ലോസ് ഒക്കെ കണ്ടുപിടിക്കാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഈ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. Next, question number 42. Which rule is used to find the direction of induced EMF in DC generator? ഏത് റൂളാണ്? ഏത് റൂൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ DC ജനറേറ്ററിൻ്റെ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുക? ഏതാണ്? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളാണ് അല്ലേ. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളാണ്. അതിൽ തമ്പ് എന്താണ്? ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് കണ്ടക്ടറിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആ രീതിയിലും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് കേട്ടോ. ഓരോ ഫിംഗേഴ്സും എന്തിനെയൊക്കെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? തമ്പ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്? ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് കണ്ടക്ടറിനെയാണ്. ഫോർ ഫിംഗർ എന്താ? മാഗ്നറ്റിക് ഫീൽഡ് ആണ്. മിഡിൽ ഫിംഗർ എന്താ? ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ആണ്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഏത് റൂൾ യൂസ് ചെയ്തിട്ടാണ് ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഓഫ് എ DC ജനറേറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളാണ്. എന്നാൽ ഈ ക്വസ്റ്റ്യനിൽ DC മോട്ടറാണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ അതിലെന്താണ്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണെന്ന് അറിഞ്ഞിരുന്നോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 43. ഹൗ മെനി പാരലൽ പാത്ത് ഇൻ ഡ്യൂപ്ലെക്സ് ലാപ്പ് വൈൻഡിങ് ഓഫ് എ 4-pole DC ജനറേറ്റർ? പാരലൽ പാത്താണ് കണ്ടുപിടിക്കേണ്ടത്. പാരലൽ പാത്ത് എങ്ങനെ കണ്ടുപിടിക്കും? ക്വസ്റ്റ്യൻ തന്നെ ഡ്യൂപ്ലെക്സ് ലാപ്പ് വൈൻഡിങ് നോക്കുക. പോൾ തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് പോൾസ് എത്രയാ? 4 പോളാണ് അല്ലേ. അപ്പോൾ A = എന്താ ഇക്വേഷൻ? 2 × P ആണ്. പോൾസ് 2 × നമ്പർ ഓഫ് പോൾസ് ആണ്. സോ എത്രയാണ്? 2 × 4 = 8 ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. എത്രയാണ്? 8 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ നോട്ട് ചെയ്യുക ഏത് വൈൻഡിങ് ആണ്? ലാപ്പ് വൈൻഡിങ് ആണ്. ഡ്യൂപ്ലെക്സ് എന്നാണ് തന്നിട്ടുള്ളത്. നമ്പർ ഓഫ് പോൾസ് ഉണ്ട്, അതൊക്കെ നോട്ട് ചെയ്യുക. ഇക്വേഷൻ എന്താണ്? A = 2 × നമ്പർ ഓഫ് പോൾസ് ആണ്. Next, question number 44. What is the formula to calculate back EMF in a DC generator? ഒരു DC ജനറേറ്ററിൻ്റെ ബാക്ക് EMF DC മോട്ടറാണ്. അപ്പോൾ ബാക്ക് EMF in a DC മോട്ടർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതെന്താണ്? ഏത് ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്ക് EMF കണ്ടുപിടിക്കുക? EB = 5ZNP അല്ലേ. 5Z
N5Z NP/60A, അതായത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 45, വൈ ദ ഹോൾഡിംഗ് കോയിൽ ഓഫ് എ 3 point സ്റ്റാർട്ടർ ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ഷണ്ട് ഫീൽഡ്. നമ്മൾ 2 point സ്റ്റാർട്ടർ, അതായത് DC മോട്ടറിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റാർട്ടേഴ്സ് പഠിച്ചിട്ടില്ലേ. അപ്പോൾ അതിനകത്ത് 2 point സ്റ്റാർട്ടർ, 3 point സ്റ്റാർട്ടർ, 4 point സ്റ്റാർട്ടർ ഒക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ എന്തിനാണ് നമ്മൾ നമ്മുടെ 3 point സ്റ്റാർട്ടറിൽ ഹോൾഡിംഗ് കോയിൽ ഇങ്ങനെ ഷണ്ട് ഫീൽഡുമായിട്ട് സീരീസ് ആയി കണക്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പ്രൊട്ടക്ട് ദ മോട്ടർ ഫ്രം, എന്തിനാണ്, ഹൈ സ്പീഡ് എന്ന് നമുക്ക് പറയാം. ടു പ്രൊട്ടക്ട് ദ മോട്ടർ ഫ്രം ഹൈ സ്പീഡ്. അതുകൂടാതെ പിന്നെ എന്താ പറയേണ്ടത്, ഹോൾഡിംഗ് കോയിലിന് വേറൊരു പേര് കൂടി ഉണ്ട് കേട്ടോ, നോ വോൾട്ട് കോയിൽ, NVC എന്നും അറിയപ്പെടുന്നുണ്ട്, അറിഞ്ഞിരുന്നോളൂ കേട്ടോ. അതായത് NVC, നോ വോൾട്ട് കോയിൽ, അതും അറിഞ്ഞു വെക്കണം കേട്ടോ. അപ്പോൾ മെയിനായിട്ട് എന്തിനാണ്, ടു പ്രൊട്ടക്ട് ദ മോട്ടർ ഫ്രം ഹൈ സ്പീഡാണ്. ഓക്കെ, ചോദിക്കാറുണ്ട്. Question number 46, which speed control system provide a smooth variation of speed from 0 to above normal? ഇതിൽ തന്നിട്ടുള്ളത് ഫീൽഡ് കൺട്രോൾ ആണ് കേട്ടോ ആൻസർ. പക്ഷേ ഇത് തെറ്റാണ്. ഫീൽഡ് കൺട്രോൾ അല്ല, വാർഡ് ലിയോനോഡ് സിസ്റ്റം ആണ്. അതായത് നിങ്ങൾ നോട്ട് ചെയ്തോ. അതായത് സ്മൂത്ത്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്, സ്മൂത്ത് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സ്മൂത്ത് വേരിയേഷൻ ഓഫ് സ്പീഡ് ഫ്രം 0 to above നോർമൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. സ്മൂത്ത് എന്നത്, അതായത് സ്മൂത്ത് എന്ന ആ ഒരു വേർഡ് തന്നെ നമുക്ക് അറിഞ്ഞിരിക്കണം. അതെന്താണ്, വാർഡ് ലിയോനോഡ് സിസ്റ്റം കൺട്രോൾ മെത്തേഡാണ്. പക്ഷേ ഫീൽഡ് കൺട്രോൾ നമുക്ക് പറയാം, അതായത് എബോവ് സ്പീഡ് തന്നെയാണ്. അതായത് ഫീൽഡ് കൺട്രോൾ ഈസ് കൺട്രോൾ ടിപ്പിക്കലി പ്രൊവൈഡ് എന്താണ്, സ്പീഡ് എബോവ് നോർമൽ ആണ്. 0 to above നോർമൽ തന്നെയാണ്. പക്ഷേ അതെന്താണ്, സ്മൂത്ത്ലി അല്ല. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതെന്താണ്, സ്മൂത്ത്ലി അല്ല. അപ്പോൾ അവർക്ക് തെറ്റിപ്പോയതാണ്. കറക്റ്റ് ആൻസർ എന്നാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, സ്പെസിഫൈ ചെയ്ത് തന്നിട്ടുണ്ട്. പ്രൊവൈഡ് എ സ്മൂത്ത് വേരിയേഷൻ ഓഫ് സ്പീഡ് ഫ്രം 0 to above നോർമൽ. അത് ഏത് തന്നെയാണ്, വാർഡ് ലിയോനാർഡാണ്. അതായത് ഫീൽഡ് കൺട്രോൾ അല്ല. അത് ആൻസർ തെറ്റാണ്. അപ്പോൾ അത് സ്മൂത്ത് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എബോവ് നോർമലിനെ ഫീൽഡ് കൺട്രോൾ എന്ന് നമുക്ക് എടുക്കാം. Next, question number 47, which losses is determined by no load test of a 3-phase induction motor? ഏത് ടെസ്റ്റ് ആണ് അല്ലേ, ഏത് ടെസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? നോ ലോഡ് ടെസ്റ്റ് ഫോർ 3-phase ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറയുന്നത് ഏതാണ്, ഏത് ടെസ്റ്റാണ്? കോപ്പർ ലോസ്, വിൻറ്റേജ് ലോസ്, ഫ്രിക്ഷണൽ ലോസ്, അയോൺ ലോസ്, ഏതാ അതിനകത്ത് വരുന്നത്? ഏത് വരാം കറക്റ്റ് ആൻസർ ആയിട്ട്? ഏത് ലോസ് ആണ്? വിച്ച് ലോസ് ഈസ് ഡിറ്റർമൈൻ ബൈ നോ ലോഡ് ടെസ്റ്റ് ഓഫ് എ 3-phase ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറയുന്നത് നമ്മളുടെ അയേൺ ലോസ് ആണ്. ഈ അയേൺ ലോസിന് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോർ ലോസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നോ ലോഡ് ടെസ്റ്റ് എന്താണ്, പ്രിലിമിനറി മെഷർ ദ കോൺസ്റ്റന്റ് ലോസസ് ഓഫ് ദി മോട്ടർ ആണ്. അതുപോലെ കോർ ലോസ്, ഫ്രിക്ഷണൽ ലോസ്, വിൻറ്റേജ് ലോസ് ഒക്കെ വരും. പക്ഷെ മെയിനായിട്ട് ഏതാണ്, അയേൺ ലോസ് ആണ് കേട്ടോ. ആൾസോ നോൺ എസ് എന്താണ്, കോപ്പർ ലോസ്. അപ്പോൾ ഏത് ലോസ് ആണ് നോ ലോഡ് ടെസ്റ്റ് ഫോർ 3-phase ഇൻഡക്ഷൻ മോട്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ അയേൺ ലോസ് അല്ലെങ്കിൽ കോർ ലോസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 48, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ഇൻ എ സിംഗിൾ ഫേസ് മോട്ടർ? അതായത് സെൻട്രിഫ്യൂഗൽ സ്വിച്ചിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിലെ മെയിൻ സെൻട്രിഫ്യൂഗൽ സ്വിച്ചിൻ്റെ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? ബ്രേക്കിംഗ് ദ എന്താ, സ്റ്റാർട്ടിംഗ് വൈൻഡിങ്. ബ്രേക്ക് ദ സ്റ്റാർട്ടിംഗ് വൈൻഡിങ് ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് ഈസ് ദ ഫോർമുല ടു കാൽക്കുലേറ്റ് EMF ഇക്വേഷൻ ഓഫ് ആൻ ആൾട്ടർനേറ്റർ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. EMF ഇക്വേഷൻ, ആൾട്ടർനേറ്ററിൻ്റെ EMF ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? E = 4.44 kd/kc ft 5m അല്ലേ. kd/kc ft 5m അല്ലെങ്കിൽ നമുക്ക് എന്താണ്, KD എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറാണ്. KC എന്ന് പറയുന്നത് കോയിൽ സ്പാൻ അല്ലെങ്കിൽ പിച്ച് ഫാക്ടർ എന്നൊക്കെ പറയും. F എന്ന് പറയുന്നത് ഫ്രീക്വൻസി, ചില ഇതിലൊക്കെ T അല്ലെങ്കിൽ TPH അതായത് നമ്പർ ഓഫ് ടേൺസ് പെർ ഫേസിനെയാണ് അത് പറയുന്നത്. 5m പറഞ്ഞത് മാക്സിമം ഫ്ലക്സ് പെർ പോൾ ആണ്. നോട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതിലെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഓരോന്നും KD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറിനെയാണ് KD എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. KC കോയിൽ സ്പാൻ അല്ലെങ്കിൽ പിച്ച് ഫാക്ടറാണ്. F ഫ്രീക്വൻസി ആണ്. T എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് പെർ ഫേസ്. 5m എന്ന് പറയുന്നത് മാക്സിമം ഫ്ലക്സ് പെർ പോളിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഡാമ്പർ വൈൻഡിങ് ഇൻ സിങ്ക്രോണസ് മോട്ടർ? സിങ്ക്രോണസ് മോട്ടറിലെ ഡാമ്പർ വൈൻഡിങ്ങിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? എന്തായിരിക്കും?
സ്റ്റാർട്ട് ദ സിങ്ക്രണസ് മോട്ടർ അല്ലേ. അതായത് പ്രൈമറി ഫങ്ഷൻ എന്ന് പറഞ്ഞത് നമ്മൾ ഹണ്ടിങ്ങിനെയൊക്കെ സപ്രസ് ചെയ്യുക അല്ലെങ്കിൽ ഓസിലേഷൻ അല്ലേ, അതാണ് ഓസിലേഷൻസിനെയൊക്കെ സപ്രസ് ചെയ്യുന്നതുണ്ട്. അതുകൂടാതെ എന്താണ് സ്റ്റാർട്ട് ദ സിങ്ക്രണസ് മോട്ടർ ആണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ക്ലിയർ അല്ലേ. അപ്പോൾ നമ്മൾ ബാക്കി കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ ഇത് വളരെ ഈസിയാണ്, അതായത് വളരെ ബേസിക് എന്നാണ് ഓരോ ക്വസ്റ്റ്യൻസും വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നന്നായി പഠിച്ചു പോകണം കേട്ടോ ഓരോന്നും. അപ്പോൾ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അല്ലേ. ഒന്ന് നമ്മൾ ഇരുത്തി നന്നായി പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നന്നായി സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ബൈ ട്രാൻസ്ഫർ ആണ്, പറഞ്ഞ് കളയരുത്. ഇതേ സിലബസ് തന്നെയല്ലേ നമുക്ക് വരുന്നത് ഓപ്പറേറ്ററിൻ്റെ എക്സാംസിന്. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായി പഠിച്ചു പോവുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.